കർത്താവ് നിങ്ങളോടുകൂടെ അങ്ങേ ആത്മാവോടും കൂടെ. വിശുദ്ധ ലൂക്ക അറിയിച്ച പരിശുദ്ധ സുവിശേഷത്തിൽ നിന്ന്. കർത്താവേ, അങ്ങേയ്ക്ക് മഹത്വം. അധ്യായം 13, 22 മുതലുള്ള തിരുവചന ഭാഗം. അക്കാലത്ത് പട്ടണങ്ങളിലും ഗ്രാമങ്ങളിലും പഠിപ്പിച്ചുകൊണ്ട് യേശു ജെറൂസലേമിലേക്ക് യാത്ര ചെയ്യുകയായിരുന്നു. ഒരുവൻ അവനോട് ചോദിച്ചു, കർത്താവേ, രക്ഷ പ്രാപിക്കുന്നവർ ചുരുക്കമാണോ? അവൻ അവരോട് പറഞ്ഞു, ഇടുങ്ങിയ വാതിലിലൂടെ പ്രവേശിക്കാൻ പരിശ്രമിക്കുക. ഞാൻ നിങ്ങളോട് പറയുന്നു, അനേകം പേർ പ്രവേശിക്കാൻ ശ്രമിക്കും, എന്നാൽ അവർക്ക് സാധിക്കുകയില്ല. വീട്ടുടമസ്ഥൻ എഴുന്നേറ്റ് വാതിൽ അടച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ പുറത്തുനിന്ന്, കർത്താവേ, കർത്താവേ, ഞങ്ങൾക്ക് തുറന്നു തരണമേ എന്ന് പറഞ്ഞ് വാതിക്കൽ മുട്ടാൻ തുടങ്ങും. അപ്പോൾ അവൻ നിങ്ങളോട് പറയും, നിങ്ങൾ എവിടെ നിന്നാണെന്ന് ഞാൻ അറിയുന്നില്ല. അപ്പോൾ നിങ്ങൾ പറയും, നിന്റെ സാന്നിധ്യത്തിൽ ഞങ്ങൾ ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ഞങ്ങളുടെ തെരുവുകളിൽ നീ പഠിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ അവൻ പറയും, നിങ്ങൾ എവിടെ നിന്നാണെന്ന് ഞാൻ അറിയുന്നില്ല. അനീതി പ്രവർത്തിക്കുന്ന നിങ്ങൾ എന്നിൽ നിന്ന് അകന്നു പോകുക. അബ്രാഹമും ഇസഹാക്കും യാക്കോബും സകല പ്രവാചകന്മാരും ദൈവരാജ്യത്തിൽ ഇരിക്കുന്നതായും നിങ്ങൾ പുറന്തള്ളപ്പെടുന്നതായും കാണുമ്പോൾ നിങ്ങൾ വിലപിക്കുകയും പല്ലിറുമുകയും ചെയ്യും. കിഴക്ക് നിന്നും പടിഞ്ഞാറ് നിന്നും വടക്ക് നിന്നും തെക്ക് നിന്നും ജനങ്ങൾ വന്ന് ദൈവരാജ്യത്തിൽ വിരുന്നിനിരിക്കും. അപ്പോൾ മുൻപന്മാരാകുന്ന പിൻപന്മാരും പിൻപന്മാരാകുന്ന മുമ്പന്മാരും ഉണ്ടായിരിക്കും. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേയ്ക്ക് സ്തുതി. ഈശോയിൽ പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ സുവിശേഷ ഭാഗം നമുക്ക് നൽകുന്ന സന്ദേശം സ്ഥിരമായിട്ട് ഈ ബലിയിൽ പങ്കെടുക്കുന്നവരും സ്ഥിരമായിട്ട് വചനം കേൾക്കുന്നവർക്കും ഒരു വലിയൊരു വെല്ലുവിളിയാണ്. നമ്മുടെ മനസാക്ഷിയെ ഉണർത്തേണ്ട ഒരു ചോദ്യം. കാരണം അവർ പറഞ്ഞൊരു കാര്യം നമ്മൾ ഇന്നത്തെ സുവിശേഷ ഭാഗത്ത് കേട്ടതാണ്. ഞങ്ങൾ നിന്നോടൊപ്പം ഭക്ഷിച്ചതല്ലേ, നീ ഞങ്ങളെ പഠിപ്പിച്ചതല്ലേ തെരുവുകളിൽ, എന്നിട്ട് ഞങ്ങളെ അറിയില്ല എന്ന് നീ പറയുന്നു. ആ രീതിയിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ നമ്മൾ സ്ഥിരമായിട്ട് പള്ളിയിൽ പോകുന്നവരാണെങ്കിലും വചനം കേൾക്കുന്നവരാണെങ്കിലും വചനം പറയുന്നവരാണെങ്കിലും അത് പോരാ എന്നുള്ളൊരു കാര്യം കർത്താവ് നമ്മളെ പഠിപ്പിക്കുന്നു. എന്നിട്ട് കർത്താവ് പറഞ്ഞൊരു കാര്യം, ഇന്നത്തെ സുവിശേഷ ഭാഗം 2 കാര്യങ്ങളിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. ഒന്ന്, ഇടുങ്ങിയ വാതിലിലൂടെ പ്രവേശിക്കണം. രണ്ടാമത്തെ കാര്യം, ദൈവം വിളിക്കുമ്പോൾ നാളെ എന്നും പറഞ്ഞ് മാറ്റിവെക്കരുത്. പ്രാർത്ഥനയാണേലും അനുദപിക്കുന്ന കാര്യമാണെങ്കിലും ശുശ്രൂഷ ചെയ്യുന്ന കാര്യങ്ങളാണെങ്കിലും പോസ്റ്റ്പോൺ ചെയ്താൽ ചിലപ്പോൾ നടന്നെന്ന് വരില്ല. നാളെ ആകട്ടെ എന്ന് വിചാരിച്ച് നമുക്ക് മാറ്റിവെക്കാൻ പറ്റത്തില്ല. കാരണം ഇന്ന് സുവിശേഷഭാഗത്ത് നമ്മൾ കേട്ടതാണ്, നിങ്ങളവിടെ കിടന്ന് വാതിലിൽ മുട്ടിപ്പറയും, അയ്യോ തുറക്കണേ തുറക്കണേ, പക്ഷേ തുറക്കപ്പെടില്ല എന്ന് പറഞ്ഞാൽ ചില കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യേണ്ട സമയത്ത് ചെയ്യണം. നമുക്കറിയാം, ഇന്ന് ചില കാരണവന്മാർ മക്കള് അവരുടെ കുടുംബമായി, എന്നാലും അവർ ഈ മക്കൾക്ക് ഭാഗോടമ്പടി നടത്തി കൊടുക്കേണ്ട കാര്യം ചെയ്യത്തില്ല. അതിങ്ങനെ അതെൻ്റെ കാലശേഷം അത് എത്തേണ്ടിടത്ത് എത്തിക്കോളും എന്നും പറഞ്ഞിരിക്കുന്ന വ്യക്തികളെ കാണാൻ പറ്റും. മരിച്ചു കഴിഞ്ഞിട്ടാണോ ഇത് ചെയ്യേണ്ടത്? ഇനി അങ്ങനെ ഒരു കാര്യം ചെയ്യാത്തത് കൊണ്ട് എത്രയോ വ്യക്തികൾ അവരുടെ ജീവിതത്തിൽ ഒരുപാട് ബുദ്ധിമുട്ട് പ്രയാസം നേരിടേണ്ടി വരും. എങ്കിൽ ഇതുപോലെ തന്നെയാണ് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത്. നമ്മൾ ചെയ്യേണ്ട പല കാര്യങ്ങളും സമയത്ത് നമ്മൾ ചെയ്യണം. പ്രാർത്ഥനയെന്ന് പറഞ്ഞാൽ റിട്ടയർമെൻ്റായിട്ട് നടത്താം എന്ന് വിചാരിച്ച് മാറ്റിവെക്കേണ്ടതല്ല. ദൈവവിചാരം, ആത്മീയത, അങ്ങനെയുള്ള കാര്യങ്ങൾ ഇപ്പം ഇങ്ങനെ അങ്ങ് പോട്ടെ, അത് കഴിഞ്ഞിട്ട് നമുക്ക് അതേക്കുറിച്ചൊക്കെ ആലോചിക്കാം, അങ്ങനെ പറയേണ്ട ഒരു കാര്യമല്ല എന്നുള്ളത് കർത്താവ് നമ്മെ ഓർമ്മിപ്പിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. ഇടുങ്ങിയ വാതിലിലൂടെ പ്രവേശിക്കണം. മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം 13, 14 വചനങ്ങൾ എടുത്താൽ വലിയ ഒരു സന്ദേശമാണ് അവിടെ നമുക്ക് ലഭിക്കുക. നമ്മളാരും ഇഷ്ടപ്പെടുന്നൊരു കാര്യമല്ല കല്ലും മുള്ളും ഉള്ള വഴിയിലൂടെ നടക്കാൻ. നമ്മളാരും ഇഷ്ടപ്പെടുന്നൊരു കാര്യമല്ല അത്ര എളുപ്പത്തിൽ കയറിപ്പോകാൻ പറ്റാത്ത ഒരു വാതിലിലൂടെ ഞെരുങ്ങി കയറിപ്പോവുക. നമ്മളൊക്കെ ഇഷ്ടപ്പെടുന്നത് എന്താ? ഹൈവേ, നല്ല സ്മൂത്തായിട്ട് വണ്ടി ഓടിക്കാൻ പറ്റുന്ന വഴികൾ, വിശാലമായി കിടക്കുന്ന വഴികൾ,
ആ വഴികൾ തേടിപ്പോകുന്നവർ നിരവധി. പക്ഷെ അത് നാശത്തിലേക്ക് നയിക്കുന്ന വഴിയാണെന്ന് കർത്താവിൻ്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കും. ഹെബ്രായ ലേഖനം നമ്മളെ പഠിപ്പിച്ചൊരു കാര്യം, ഹെബ്രായ ലേഖനം 12-ാം അധ്യായം 7 മുതൽ വായിക്കുമ്പോൾ അവിടെ പറയപ്പെട്ടിരിക്കുന്നൊരു പ്രധാനപ്പെട്ട ഒരു വിഷയമുണ്ട്. നമ്മുടെ വെട്ടിയൊരുക്കൽ വളരെ ആവശ്യമാണ്. നമുക്കറിയാമല്ലോ, ശുദ്ധീകരണം, വെട്ടിയൊരുക്കൽ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമ്മളത്ര ഇഷ്ടപ്പെടുന്ന കാര്യമല്ല. പക്ഷേ ഇഷ്ടപ്പെട്ടാലേ സ്വർഗത്തിൽ പോകാൻ പറ്റത്തുള്ളൂ. നമ്മുടെ വിശുദ്ധീകരണം നടത്താതെ സ്വർഗത്തിൽ പോകാൻ നമുക്ക് പറ്റത്തില്ല. പള്ളിയിൽ പോകാൻ വളരെ എളുപ്പമാണ്. നമ്മൾ കണ്ടിട്ടില്ല, പല പള്ളികളുടെയും ആനവാതിൽ ഒരു ആനയ്ക്ക് പോലും കയറി പോകാവുന്ന അത്രയും വലിപ്പമുണ്ട്. പക്ഷേ പള്ളിയിൽ കയറാനായിട്ട് ഇങ്ങനെയുള്ള വാതിലിലൂടെ കയറാൻ വളരെ എളുപ്പമാണ്. എന്നാൽ സ്വർഗത്തിൽ പോകണമെന്നുണ്ടെങ്കിൽ ഇടുങ്ങിയ വാതിൽ, നമ്മുടെ ജീവിതത്തിൽ ഞെരുക്കങ്ങൾ വരുമ്പോൾ അത് എടുക്കേണ്ടതുപോലെ എടുക്കാൻ നമുക്ക് സാധിക്കണം. നമ്മുടെ ശുദ്ധീകരണം ഏത് രീതിയിൽ കർത്താവ് അനുവദിച്ചാലും ആ ശുദ്ധീകരണം സന്തോഷത്തോടെ എടുക്കാൻ നമുക്ക് സാധിക്കണം. നമ്മളാരെങ്കിലും ജാരസന്തതി എന്ന് വിളിക്കപ്പെടാൻ ഇഷ്ടപ്പെടുന്നുണ്ടോ? ഒരിക്കലുമില്ല. അതാരെങ്കിലും നമ്മളെ കളിയാക്കാൻ വേണ്ടി പറഞ്ഞാണേലും നമ്മൾ പ്രതികരിക്കും. ജാരസന്തതി, ഹെബ്രായർ 12-7 മുതൽ വായിച്ചാൽ അവിടെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, എന്തുകൊണ്ടാണ് കർത്താവ് നിന്നെ വെട്ടിയൊരുക്കുന്നത്? എന്തുകൊണ്ടാണ് നിനക്ക് ഇഷ്ടമില്ലാത്ത ചില കാര്യങ്ങൾ പോലും കർത്താവ് നിൻ്റെ ജീവിതത്തിൽ അനുവദിക്കുന്നത്? നീ ജാരസന്തതിയാകാതെ ദൈവത്തിൻ്റെ മകനാകാൻ, ദൈവത്തിൻ്റെ മകളാകാൻ വേണ്ടിയാണ്. അതിന് ഈ വിശുദ്ധീകരണം, ഈ വെട്ടിയൊരുക്കുന്ന ആ ഒരു അനുഭവം നമുക്ക് ആവശ്യമാണ്. നമ്മൾ സാധാരണ കിട്ടിയ അനുഗ്രഹങ്ങൾക്ക് പോലും ദൈവത്തിന് നന്ദി പറയാനായിട്ട് മറന്നെന്ന് വരും. പക്ഷെ ഒരു വിശുദ്ധൻ, അദ്ദേഹം ദൈവത്തിന് നന്ദി പറഞ്ഞ ഒരു വിഷയം ഇതാണ്: കർത്താവേ, ഞാൻ ചോദിച്ചതെല്ലാം എനിക്ക് തരാതിരുന്നതിന് ഞാൻ നിനക്ക് നന്ദി പറയുന്നു. ഞാൻ ഓരോ സമയത്തും എൻ്റെ തോന്നലുകൾക്ക് അനുസരിച്ച് പലതും ഞാൻ ചോദിച്ചു. അതെല്ലാം നീ തരുമായിരുന്നു. പണ്ട് ഞാൻ നരകത്തിൽ പോയി. തരാതിരുന്നതിന് നന്ദി. നമുക്ക് കിട്ടിയ അനുഗ്രഹത്തിന് നന്ദി പറയാൻ പറ്റുന്നില്ല. അപ്പോഴാണ് ഇവിടെ ഈ വിശുദ്ധൻ്റെ ആ വിശാല ഹൃദയം, ആ മനോഭാവം, അത് നമുക്ക് കാണാൻ സാധിക്കും. ഞാൻ ചോദിച്ചതെല്ലാം നീ തന്നില്ല, എൻ്റെ നന്മയ്ക്ക് വേണ്ടിയായിരുന്നെന്ന് ഇന്നെനിക്കറിയാം. അതുകൊണ്ട് തന്നെ നരകത്തിൽ പോകാതെ എന്നെ കാത്തു സൂക്ഷിച്ചതിന് നന്ദി. വിശുദ്ധ ബൊനവെൻചർ അദ്ദേഹം പഠിപ്പിച്ചൊരു കാര്യമുണ്ട്. നമ്മുടെ ജീവിതത്തിൽ നമുക്കുണ്ടാകാവുന്ന ഏറ്റവും വലിയ നഷ്ടം ഏതാനും കോടികൾ നഷ്ടപ്പെട്ടതാണോ? നമ്മുടെ ആരോഗ്യം നഷ്ടപ്പെട്ട് നമുക്ക് വേണമെങ്കിൽ മാരകമായൊരു രോഗം വന്നതാണോ? ഒന്നുമല്ലെന്ന്. അതൊന്നുമല്ല ഏറ്റവും വലിയ നഷ്ടം. നമുക്ക് വേണ്ടത്ര വിദ്യാഭ്യാസം സ്വീകരിക്കാൻ പറ്റിയില്ല. നമ്മൾ ഉപകാരം ചെയ്ത വ്യക്തികളൊക്കെ അപകാരം ചെയ്തു നമ്മോട്. ഇതൊക്കെയാണ് ഏറ്റവും വലിയ നഷ്ടം. അല്ല എന്ന് വിശുദ്ധ ബൊനവെൻചർ പഠിപ്പിക്കുന്നത് കാണാൻ പറ്റും. അദ്ദേഹം പറഞ്ഞത്, നീ സ്വർഗത്തിൽ പോകാതിരിക്കുന്നതാണ് നിനക്ക് നിൻ്റെ ജീവിതത്തിൽ ഉണ്ടാകാവുന്ന ഏറ്റവും വലിയ നഷ്ടം. ഈ ഒരു കാര്യം ബോധ്യപ്പെട്ട് എനിക്ക് എങ്ങനെയെങ്കിലും സ്വർഗത്തിൽ പോകണം എന്നുള്ള ആ ഒരു ചിന്ത, നിശ്ചയദാർഢ്യം, ഇതൊക്കെ നമ്മുടെ ജീവിതത്തിലുണ്ടോ? വിശുദ്ധ കൊച്ചു ത്രേസ്യ, അവരുടെ ജീവിതം പഠിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കും. പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. 3 വ്രതങ്ങളെടുത്ത് ആ വ്രതങ്ങൾ കൃത്യമായിട്ട് അനുഷ്ഠിക്കാൻ നോക്കിയ വ്യക്തി, 10 കൽപ്പനകളും കൃത്യമായിട്ട് പാലിക്കാൻ നോക്കിയ ഒരു വ്യക്തി വിശുദ്ധ കൊച്ചു ത്രേസ്യ. അതുപോലെ സഭ നൽകിയ നിർദ്ദേശങ്ങൾ, ദൈവത്തിൻ്റെ വചനം, ഇതെല്ലാം കൃത്യതയോടെ പാലിക്കാൻ അങ്ങേയറ്റം പരിശ്രമിച്ച ബദ്ധശ്രദ്ധയായിരുന്ന ഒരു വ്യക്തിയാണ് വിശുദ്ധ കൊച്ചു ത്രേസ്യ. എന്തിനു വേണ്ടിയാണ്? അവർ പറഞ്ഞ ഒറ്റ കാര്യമുള്ളൂ. അവർക്ക് വരദാനങ്ങൾ കിട്ടി, അതെല്ലാം ഉപയോഗിക്കുമ്പം ആളുകളുടെ മുമ്പിൽ കുറച്ചുകൂടെ ഒരു വെയിറ്റ് ഉണ്ടാകാൻ വേണ്ടി, പേരും പ്രശസ്തി ഉണ്ടാകാൻ വേണ്ടി ഒന്നുമല്ല. അവർ പറഞ്ഞ ഒറ്റ കാര്യം, എൻ്റെ പേര് ജീവൻ്റെ പുസ്തകത്തിൽ ഉണ്ടാകണം. പച്ചയ്ക്ക് പറഞ്ഞാൽ എനിക്ക് സ്വർഗത്തിൽ പോകണം, അത്രേ ഉള്ളു. അതിനുവേണ്ടിയാണ് ഞാൻ ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. ഈ കൽപ്പനകളെല്ലാം ഞാൻ കൃത്യമായിട്ട് പാലിക്കാൻ പരിശ്രമിക്കുന്നത്. വ്രതങ്ങൾ, ഞാനെടുത്ത വ്രതങ്ങളാണ്, അത് അനുഷ്ഠിക്കാനായിട്ട് കൃത്യമായിട്ട് ഞാൻ പരിശ്രമിക്കുന്നത്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരു നേർച്ച നേർന്ന ഒരു നിറവേറ്റാൻ എന്തൊരുപാട്, വാക്ക് പറഞ്ഞാൽ ആ വാക്ക് പാലിക്കാൻ എന്തൊരുപാട്. കൽപ്പനകൾ നമുക്ക് കൃത്യമായിട്ട് അറിയാം. ആർക്കാ കൽപ്പനകൾ അറിയാൻ മേലാത്തത്? കൽപ്പനകളൊക്കെ നമുക്കറിയാം. പക്ഷേ അത് പാലിക്കാനുള്ള ഒരു ശ്രദ്ധയോ കാര്യങ്ങളോ ഒന്നും നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ ഏറ്റെടുത്തൊന്നും വരത്തില്ല. കാരണം വെട്ടിയൊരുക്കൽ നമ്മളാരും ഇഷ്ടപ്പെടുന്നില്ല. വെട്ടിയൊരുക്കൽ അത് നമ്മുടെ ആ ഒരു ഇഷ്ടത്തിന് ചേർന്ന് പോകുന്ന കാര്യമല്ല. നമ്മുടെ ഇഷ്ടം എന്താ? നമ്മുടെ തോന്നലുകൾ, നമ്മുടെ ആഗ്രഹങ്ങൾ, അത് അതുപോലെ നടക്കണം. അതനുസരിച്ച് എനിക്ക് എൻ്റേതായ രീതിയിൽ ജീവിതത്തിൽ മുമ്പോട്ട് പോകാൻ പറ്റണം.
വഴി വിശാലമായിരിക്കാം, യാത്ര എളുപ്പമായിരിക്കാം, പക്ഷെ ചെന്നെത്തുന്നത് സ്വർഗത്തിലാകത്തില്ല. സ്വർഗത്തിലെത്തണമെന്നുണ്ടെങ്കിൽ നാം ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ വായനകളെല്ലാം നമ്മളെ ഓർമ്മിപ്പിക്കുക. ഇന്നത്തെ ആദ്യ വായനയിലാണേലും നമ്മൾ കണ്ടു, ഭാഷ ഒരു പ്രശ്നമല്ല. മലയാളിക്കും സ്വർഗത്തിൽ പോകാം, തമിഴ്നാട്ടിൽ നിന്നുള്ളവർക്കും സ്വർഗത്തിൽ പോകാം, ആഫ്രിക്കക്കാർക്കും സ്വർഗത്തിൽ പോകാം. നമ്മുടെ കളറ് ഒരു പ്രശ്നമല്ല. ഇതൊന്നുമല്ല. സ്വർഗത്തിൽ പോകാൻ പ്രധാനപ്പെട്ടത് ഇതിനെല്ലാം ഉപരിയായിട്ട് ദൈവത്തെ അറിഞ്ഞ് ജീവിക്കാനായിട്ട് നമുക്ക് പറ്റണം. ദൈവത്തെ അനുസരിച്ച് ജീവിക്കാൻ നമുക്ക് പറ്റണം. യോഹന്നാന്റെ സുവിശേഷം 17:3 വായിച്ച അവിടെ പറഞ്ഞിട്ടുണ്ട്, ഏക സത്യ ദൈവമായ അവിടുത്തെയും അവിടുന്ന് അയച്ച യേശുക്രിസ്തുവിനെയും അറിയുക എന്നതാണ് നിത്യജീവൻ. നമുക്ക് ദൈവത്തെ അറിഞ്ഞ് അറിഞ്ഞ ദൈവത്തെ അനുസരിച്ച് ജീവിക്കാൻ പറ്റണം. അങ്ങനെയുള്ളവർക്ക് പറഞ്ഞിരിക്കുന്നതാണ് നിത്യജീവൻ എന്നുള്ളത്. ഈ വചനം നമ്മെ കൃത്യമായിട്ട് ഓർമ്മിപ്പിക്കുന്നു. പള്ളി പോകാൻ എളുപ്പമാണ്, ആനവാതിലൊക്കെ വളരെ വിശാലമാണ്. പക്ഷേ സ്വർഗത്തിൽ പോകണമെങ്കിൽ ഇടുങ്ങിയ വാതിലൂടെ പ്രവേശിക്കണം. കല്ലും മുള്ളും നിറഞ്ഞ ആ പാതയിലൂടെ സഞ്ചരിക്കാനുള്ള ഒരു മനസ്സ് നമ്മുടെ ഭാഗത്തുനിന്നുണ്ടാകണം എന്നുള്ളത് കർത്താവ് നമ്മെ ഓർമ്മിപ്പിക്കും. ദൈവത്തെ സ്നേഹിക്കാൻ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ, എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇതൊന്നും അത്ര വലിയ ഭാരമായിട്ട് നമുക്ക് അനുഭവപ്പെടത്തില്ല. ദൈവത്തെ സ്നേഹിച്ച ലീമായിലെ വിശുദ്ധ റോസ് പറഞ്ഞൊരു കാര്യമുണ്ട്, എന്നെ കൂടുതൽ കൂടുതൽ സഹനങ്ങൾ ഏൽപ്പിക്കുക കർത്താവെ. സഹിക്കാനുള്ള ആ കൃപ തന്നാൽ മതി, സഹനങ്ങൾ ഏൽപ്പിച്ചു കൊള്ളുക. 2 തീമോത്തി 3:12 വായിച്ചാൽ അവിടെ പറഞ്ഞിട്ടുണ്ട്, യേശുവിനോട് ഐക്യപ്പെട്ട് വിശുദ്ധ ജീവിതം നയിക്കാൻ ആഗ്രഹിക്കുന്നവർ പീഡിപ്പിക്കപ്പെടും. അപ്പം അതിന് നമ്മൾ ആ ത്യാഗമെടുക്കാൻ, സഹനമെടുക്കാൻ നമ്മൾ സന്നദ്ധരാകണം. ദൈവത്തെ സ്നേഹിക്കുന്നവരാണെങ്കിൽ അവർ സഹനത്തെ ഇഷ്ടപ്പെടും. അങ്ങനെയുള്ളവർക്ക് സ്വർഗം നിശ്ചയമായിട്ടും കിട്ടിയിരിക്കും എന്നുള്ളത് കർത്താവിൻ്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കാം. ഈ ഒരു സന്ദേശം ഹൃദയത്തിലേക്ക് ഏറ്റെടുത്ത് അതനുസരിച്ച് നമ്മുടെ ജീവിതം ക്രമീകരിച്ച് മുമ്പോട്ട് പോകുവാൻ, ഭൂമിയിലായിരിക്കുമ്പോഴും നമുക്കൊരു ലക്ഷ്യമുണ്ടാകണം, സ്വർഗത്തിലെത്തണം എന്നുള്ള ആ ലക്ഷ്യം. അതിനെ യോഗ്യമായ രീതിയിൽ ജീവിക്കുവാൻ വേണ്ട കൃപയ്ക്കും അനുഗ്രഹത്തിനുമായിട്ട് ദൈവത്തോട് നമുക്ക് ഈ ബലിയിൽ പ്രത്യേകം പ്രാർത്ഥിക്കുകയും ചെയ്യാം.